എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു ശാക്തേയക്കാവായ മന്നംപുറത്ത് കാവിലേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. അപ്പോൾ നീലേശ്വരത്തിനടുത്തുള്ള ഈ കാവിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം. നീലേശ്വരം ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് മന്നംപുറത്ത് ഭഗവതി ക്ഷേത്രം. മാടായിക്കാവിലെ അതേ ഭദ്രകാളി പ്രതിഷ്ഠ തന്നെയാണ് ഇവിടെയും. അപ്പോൾ ദേവി ഇവിടെ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പ്രദേശത്ത് മന്നെന്ന് പേരുള്ള ഒരു ദുഷ്ടനായ നാടുവാഴി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദുഷ്പ്രഭുത്വത്തിന് എതിരെ അതിൽ നിന്ന് നാട്ടുകാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സമയത്ത് നീലേശ്വരം ഭരിച്ചിരുന്ന അള്ളഡോൻ രാജാവ് മാടായിക്കാവിലെത്തി ദേവിയോട് പ്രാർത്ഥിക്കുകയും ദേവി രാജാവിൻ്റെ കൂടെ നീലേശ്വരത്തേക്ക് എഴുന്നള്ളി മന്നൻ എന്ന ദുഷ്പ്രഭുവിൻ്റെ അപ്രമാദിത്വം അവസാനിപ്പിക്കുകയും പിന്നീട് ഇവിടെ കുടിയിരിക്കുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മാടായിക്കാവിലേതുപോലെ തന്നെ കൗളമാർഗ സമ്പ്രദായത്തിൽ ശാക്തേയ പൂജകൾ നടക്കുന്ന ഒരു പ്രശസ്തമായ കാവാണ് ഇത്. അപ്പോൾ ഇവിടെ ദേവിയെ കൂടാതെ വേറെ 2 ഉപദേവന്മാരും കൂടിയുണ്ട്. പിന്നെ ദേവിക്ക് നേരെ എതിർവശത്തായിട്ട് മൂകാംബിക ദേവിയുടെ ദേവിക്ക് അഭിമുഖമായി തന്നെ ഒരു പ്രതിഷ്ഠയും കൂടിയുണ്ട്. ഞങ്ങൾ വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആവാറായപ്പോഴാണ് അവിടെ അമ്പലത്തിലെത്തിയത്. അപ്പോൾ ഇതിന് അമ്പലത്തിൻ്റെ 2 സൈഡിലും നിറയെ പാമ്പുകളൊക്കെ വസിക്കുന്ന കാവുണ്ട്. അതുകൂടാതെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് അമ്പലമാണ്, നിത്യപൂജ നടക്കുന്ന അമ്പലമാണ്. ഇത് കൂടാതെ എല്ലാ വർഷവും ഇടവ മാസത്തിൽ ഇവിടെ തെയ്യം കെട്ടി അടിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ നാലമ്പലത്തിനകത്ത് തൊഴുത് വന്നിട്ട് ഇപ്പോൾ പ്രസാദം വാങ്ങിക്കുകയാണ്. നാലമ്പലത്തിനകത്ത് വീഡിയോ എടുക്കാൻ അനുവാദമില്ല. ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങിച്ച് വന്നു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ രക്തപുഷ്പാഞ്ജലിയും 2 നെയ്പായസവും കൂടി വഴിപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. പിന്നെ അതുകൂടാണ്ട് 2 നെയ്വിളക്ക് കത്തിക്കാനും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ തെയ്യം കൂടി നടക്കുന്നുണ്ട്. അത് പെരുങ്കലശം എന്നാണ് പറയുക. 3 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന പെരുങ്കലശമാണ്. ഞങ്ങൾ നെയ്വിളക്ക് കത്തിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഈ പെരുങ്കലശത്തോടനുബന്ധിച്ചാണ് ഇവിടെ തെയ്യം കെട്ടിയടിക്കുന്നത്. മന്നംപുറത്ത് ഭഗവതി, ക്ഷേത്രപാലകൻ, കൈക്കോളൻ എന്നീ തെയ്യങ്ങളാണ് സാധാരണയായിട്ട് കെട്ടിയടിക്കാറുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, ഈ കലശത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഉത്തര മലബാറിൻ്റെ തെയ്യക്കാലത്തിൻ്റെ സമാപനമായിട്ടാണ് ഈ മന്നംപുറത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കലശ മഹോത്സവം നടത്തുന്നത്. ഇവിടെ ഒരു വലിയ കലശ ചന്തയൊക്കെ ഉണ്ടാവും ഈ കലശ മഹോത്സവത്തിനോടനുബന്ധിച്ച്. പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും മന്നംപുറത്ത് കാവിലെ കലശച്ചന്തയിൽ ലഭിക്കും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇപ്പോഴും പണ്ടത്തെ അത്രയും വിപുലമായിട്ടല്ലെങ്കിലും വലിയ കലശച്ചന്ത ഇവിടെ നടത്തുന്നുണ്ട്. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത. സാധാരണയായിട്ട് നിത്യപൂജ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ നമ്മൾ തെയ്യം കെട്ടി അടിക്കാറില്ലല്ലോ. തെയ്യം കെട്ടി അടിക്കുന്നത് കാവുകളിലൊക്കെയല്ലേ. ഇപ്പം ഞാൻ നേരത്തെ വയനാട്ട് കുലവൻ ക്ഷേത്രത്തിൻ്റെയും തെക്കൻ കരിയാത്തൻ കോട്ടത്തിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേപോലത്തെ കാവുകളിലാണ് സാധാരണയായിട്ട് തെയ്യം കെട്ടി അടിക്കാറുള്ളത്. പക്ഷേ ഇവിടെയും അതേപോലെ മാടായിക്കാവിലും തെയ്യം കൂടി കെട്ടിയടിക്കാറുണ്ട് ഈ നിത്യപൂജകൾക്ക് കൂടാതെ തന്നെ. ഇത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന ഒരു ക്ഷേത്രമാണേ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ശാക്തേയ സമ്പ്രദായത്തിൽ പൂജ നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള ശാക്തേയ പൂജകളും ഇവിടെ നടക്കുന്നുണ്ട്. ആളുകൾ, ഭക്തർ വന്നിട്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇപ്പോൾ ഞങ്ങളൊരു രക്തപുഷ്പാഞ്ജലി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ദേവിക്ക് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ പ്രസാദമാണ് ഇത്. ഞങ്ങൾ തൊഴുത് പുറത്തേക്ക് വന്നിട്ട് ഇപ്പോൾ കാവിൻ്റെ പരിസരത്ത് കൂടി ഒന്ന് നടക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ കുറച്ച് നവീകരണ പ്രവർത്തികളൊക്കെ നടക്കുന്നത് കാരണം നമുക്ക് ചുറ്റമ്പലത്തിൽ പ്രദക്ഷിണം വെക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവിടെ പണികളൊക്കെ നടക്കുന്നത് കണ്ടില്ലേ. നമുക്ക് നാലമ്പലത്തിനകത്ത് പ്രദക്ഷിണം വെക്കായിരുന്നു. ഞങ്ങൾ നാലമ്പലത്തിനകത്ത് പ്രദക്ഷിണം വെച്ചിട്ട് വന്നു. പിന്നെ ലുങ്കി, ഷർട്ട്, പാൻറ്റ്, അതേപോലെ വെസ്റ്റേൺ സ്റ്റൈൽ ഡ്രസ്സൊന്നും ധരിച്ച് നാലമ്പലത്തിനകത്ത് പ്രവേശനമില്ല. അതിപ്പോൾ ഏത് ആരാധനാലയത്തിലായാലും അവിടുത്തെ പവിത്രത കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ഭക്തരുടെ കടമയാണല്ലോ. അങ്ങനെ ഞങ്ങൾ കാവ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കാവിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല കേട്ടോ, പുറത്തുനിന്ന് കണ്ടിട്ട് പോവാം. പിന്നെ അതിൻ്റെ സൈഡിലൊരു വലിയ കുളമുണ്ട്. അപ്പോൾ എനിക്ക് കുളം കാണാൻ പറഞ്ഞ കാരണം അതും കൂടി കണ്ടേക്കാമെന്ന് വെച്ചു. പക്ഷേ കുളത്തിന് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ പൂജാരികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അത് പറഞ്ഞില്ലല്ലോ. ഇവിടെ പൂജകൾ ചെയ്യുന്നത് മാടായിക്കാവിലെ പോലെ തന്നെ പിടാര സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അതായത് കേരള നമ്പൂതിരി ബ്രാഹ്മണരല്ല മാടായിക്കാവിലും
ഈ മന്നംപുറത്ത് കാവിലും പൂജ ചെയ്യുന്നത് വിടാര സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങൾ കുളമൊക്കെ കണ്ട് തിരിച്ച് വരുന്ന വഴിക്കതേ അവിടെ മഞ്ചാടി വീണ് കിടപ്പുണ്ട്. ഹനി മഞ്ചാടി വെറുക്കുകയാണ്. ഹനി ആദ്യമായിട്ടാണ് ഇങ്ങനെ മഞ്ചാടിയൊക്കെ നിലത്ത് വീണ് കിടക്കുന്നത് കാണുന്നത്. അല്ലാണ്ട് മഞ്ചാടി കണ്ടിട്ടുണ്ട് ഞാൻ നേരത്തെ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചതൊക്കെ. അപ്പോൾ ഹനി അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. പോവാം. എന്താ ഹനി ഇവിടെ എന്താ പറഞ്ഞ ഞങ്ങള് കാണിച്ചു തരുന്നു. കണ്ട ഇതാന്ന് മഞ്ചാടിന്റെ ട്രീ. അതിനകത്തുനിന്ന് തെറിച്ച് വീണതാണ് ഇവിടെയൊക്കെ. കണ്ട ഇത്രയും ദൂരത്ത് തെറിച്ചു വന്നത്. ആ ചേച്ചിയും പെറുക്കുണ്ട്. കണ്ട അതാ ഇവിടെ. ഓ ചേച്ചി പെറുക്കി തരുന്നുണ്ട് കുഞ്ഞിന്. ഇതേതാ അവിടെ ഒരു നിന്റെ കാലിൻ്റെ അവിടെ. അത്രയും ദൂരത്ത് തെറിച്ചു വന്നു. ഇതാ മഞ്ചാടി മരം. കണ്ട അത് ഏറ്റവും മുകളിൽ. ഇതേ ഏറ്റവും മുകളിൽ. ഇനി ആദ്യമായിട്ട് മഞ്ചാടി കണ്ട സന്തോഷം അല്ലേ? പോയിനി പോവാം. നമുക്ക് ആ വഴിയിൽ ശിവൻ്റെ അമ്പലത്തിലും കൂടി കയറിയിട്ട് പോവാം. അത് കളർ ഫെയ്ഡായത്. അത് അവിടെ കുറേ അതാച്ചൻ കാണിച്ചിരുന്നു. ഞങ്ങൾ കാവ് കണ്ടിട്ട് തിരിച്ച് പോവുകയാണ്. ഞാൻ പറഞ്ഞില്ല 2 ഉപദേവതകളും കൂടിയുണ്ട്. ഇരുവാട്ടച്ഛൻ, മയിലച്ഛൻ എന്നീ പേരുകളിൽ 2 ഉപദേവതകളും കൂടി ക്ഷേത്രത്തിലുണ്ട്. പിന്നെ ഇടവമാസത്തിലെ പെരുങ്കലശം കൂടാതെ പൂരാഘോഷവും ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഉത്തര മലബാറിലെ മിക്കവാറും എല്ലാ കാവുകളിലും പൂരാഘോഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ഞങ്ങൾ നടന്ന് പകുതി വഴി എത്തി. ഹനി ഇപ്പോഴും മഞ്ചാടിയും പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വലിയ ഊട്ടുപുരയൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ദേവിക്ക് നേരെ അഭിമുഖമായിട്ട് മൂകാംബിക ദേവിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ആ ക്ഷേത്രമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഞങ്ങൾ തൊഴുത് കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ക്ഷേത്രത്തിന് 2 ഭാഗത്തും, ഇടത് ഭാഗത്തും വലത് ഭാഗത്തുമായിട്ട് കാവുണ്ട്. ഇതാണ് ക്ഷേത്രത്തിലെ ഊട്ടുപുര. എല്ലാ ദിവസവും അന്നദാനം നടക്കുന്നുണ്ട്. ആഴ്ചയിൽ വലിയ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ഇത്രയും പാർക്കിംഗ് സൗകര്യം പര്യാപ്തമായിരിക്കും എന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ പെരുങ്കലശത്തോടനുബന്ധിച്ച് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിറയെ ഭക്തജനങ്ങൾ വരുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞില്ല, അത്രയും പ്രശസ്തമായൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങളുടെ തെയ്യക്കാലത്തിൻ്റെ സമാപനം കുറിക്കുന്ന ഒരു ഉത്സവം കൂടിയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ പ്രശസ്തമായൊരു മഹാശിവക്ഷേത്രമുണ്ട്. നീലേശ്വരം ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെയായിട്ട് തളിയിൽ ശ്രീ മഹാദേവ ക്ഷേത്രം. അപ്പോൾ അതും കൂടി അവിടെയും കൂടി ഒന്ന് തൊഴുതിട്ട് തിരിച്ച് പോകാൻ പറ്റുകയാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ തളിയിൽ ക്ഷേത്രം എന്ന് പറയുന്നത് അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി കൊണ്ടും അവിടുത്തെ ചുമർ ചിത്രങ്ങൾ കൊണ്ടും ഒക്കെ പ്രശസ്തമായ സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു പ്രീ വെഡിങ് ഷൂട്ട് നടക്കുമായിരുന്നേ. അപ്പോൾ അതാണ് ആളുകളൊക്കെ നല്ല ഭംഗിയിൽ ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ. അപ്പം ഈ അമ്പലം നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അതിൻ്റെ ക്ഷേത്ര നിർമ്മിതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഒരു നടയിൽ ഭഗവാൻ ശിവൻ ഇരിക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ശിവനും സുബ്രഹ്മണ്യനും ഗണപതിയും കൂടിയുണ്ട്. ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കണ്ടില്ലേ, ഇവിടുത്തെ കൊത്തുപണികളൊക്കെ വളരെ മനോഹരമായതാണ്. അപ്പം ഇവിടെ ശിവനുണ്ട്. അപ്പോൾ നാലമ്പലത്തിനകത്ത് ഞങ്ങൾ കയറിയില്ല, വൈകിട്ടത്തെ പൂജ നടക്കുന്ന കാരണം. ചുറ്റമ്പലത്ത് ശാസ്താവും ഗണപതിയും പിന്നെ മഹാവിഷ്ണുവും, അങ്ങനെ 3 ഉപദേവതാ സ്ഥാനങ്ങളാണ് തളിയിൽ മഹാദേവ ക്ഷേത്രത്തിലുള്ളത്. തളിയിൽ നീലകണ്ഠേശ്വര ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം പൊതുവിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആ നീലകണ്ഠേശ്വരം ലോപിച്ചാണ് നീലേശ്വരമായത് എന്നും വിശ്വസിക്കുന്നുണ്ട്. നീലമഹർഷി പ്രതിഷ്ഠ നടത്തിയ ഒരു മഹാവിഷ്ണു ക്ഷേത്രമായിരുന്നു ഇതാദ്യം. പിന്നീട് സാമൂതിരി രാജാക്കന്മാർ വന്നിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം കുറച്ച് ഇതൊരു ശിവക്ഷേത്രമായിട്ട് മാറ്റുകയാണ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, മഹാവിഷ്ണു ഒരു ഉപദേവനായിട്ട് ക്ഷേത്രമതിലിൻ്റെ പുറത്തുണ്ട്, നാലമ്പലത്തിനകത്ത് പുറത്ത്. ഇപ്പോൾ നിറയെ ആൽമരങ്ങളൊക്കെ ചുറ്റപ്പെട്ട് നമുക്ക് വളരെ സെറെയിൻ ഫീലിംഗ് തരുന്ന ഒരു അമ്പലമാണിതും. അതേപോലെ തന്നെയാണ് മന്നംപുറത്ത് കാവിലും. നമുക്ക് വളരെ മനസ്സിന് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ 2 ക്ഷേത്രങ്ങളിലും ഉള്ളത്. അപ്പം നിങ്ങൾ അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 ക്ഷേത്രങ്ങളും സന്ദർശിക്കണം. എല്ലാവർക്കും ശ്രീഭദ്രകാളിയുടെയും മഹാദേവൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.